വിയാൻ മൾഡർ ചെയ്തത് മണ്ടത്തരമോ? ഈ ചോദ്യമാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ചർച്ച ചെയ്യുന്നത്. ആരാണ് വിയാൻ മൾഡർ? അദ്ദേഹം എന്താണ് ചെയ്തത്? നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ. 2017 വിയാൻ മൾഡർ സൗത്ത് ആഫ്രിക്കൻ ടീമിൽ ഇടം പിടിക്കുന്നത്. ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും ഒരുപോലെ തിളങ്ങാൻ കഴിയുന്ന ഒരു റൈറ്റ് ഹാൻഡഡ് പ്ലെയറായ ഇദ്ദേഹത്തിന് 27 വയസ്സാണ് പ്രായം. ചെറുതും വലുതുമായ ഒരുപാട് ഇന്നിങ്സുകൾ ഇദ്ദേഹത്തിന് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും ക്രിക്കറ്റ് ലോകത്ത് ഇദ്ദേഹത്തിൻ്റെ പേര് ചർച്ചയാവുന്നത് ഒരു ഡിക്ലറേഷൻ തീരുമാനത്തിലൂടെയാണ്. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പരിക്കേറ്റ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ടെംബ ബോമയ്ക്ക് പകരക്കാരനായി എത്തിയ കേശവ് മഹാരാജിനും പരിക്കേറ്റപ്പോഴാണ് ആ സ്ഥാനം ഇദ്ദേഹത്തിന് ലഭിച്ചത്. സിംബാബ്വേക്കെതിരായ ആദ്യ ടെസ്റ്റ് വിജയത്തിൻ്റെ ആവേശത്തിൽ രണ്ടാം ടെസ്റ്റിന് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്ക സിംബാബ്വെയെ 170 എന്ന ചെറിയ ടോട്ടലിൽ ഒതുക്കി. ശേഷം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക ഒന്നാം ഇന്നിങ്സ് സ്കോർ 625 എന്ന നിലയിൽ ഡിക്ലറേഷൻ തീരുമാനമെടുക്കുന്നു. ഈ സമയം ക്യാപ്റ്റൻ വിയാൻ മൾഡർ 367 എന്ന കൂറ്റൻ സ്കോറിൽ നിൽക്കുകയായിരുന്നു. ലെജൻഡറി ബാറ്റർ ബ്രയാൻ ലാറയുടെ 400 നോട്ടൗട്ട് എന്ന മാന്ത്രിക സ്കോറിന് ഒപ്പമെത്താൻ വെറും 33 റൺസ് കൂടി മതിയായിരുന്നപ്പോഴാണ് ക്യാപ്റ്റൻ കൂടിയായ വിയാൻ മൾഡർ അങ്ങനെയൊരു തീരുമാനമെടുത്തത്. അതിനുശേഷം മൾഡർ പറഞ്ഞ വാക്കുകളാണ് ഏറെ ചർച്ച ചെയ്തത്. തങ്ങൾക്ക് ആവശ്യമായ ടോട്ടൽ എത്തിയെന്നും ബ്രയാൻ ലാറയെപ്പോലുള്ള ഒരു ലെജൻഡിൻ്റെ റെക്കോർഡ് അങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഡിക്ലെയർ ചെയ്തതെന്നാണ് മൾഡർ മത്സരത്തിന് ശേഷം പറഞ്ഞത്. ഫോളോ ഓൺ വഴങ്ങിയ സിംബാബ്വെ വെറും 220 റൺസിൽ ഒതുക്കിയോടെ ഇന്നിങ്സിനും 236 റൺസിനും സൗത്ത് ആഫ്രിക്ക വിജയിച്ചു കയറി. മൾഡറുടെ ഈ തീരുമാനം മണ്ടത്തരമോ? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.